സംഘാടകർ കുറെ കൂടി ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ബോധ്യപ്പെടുന്നതായ കാര്യം. ഇതൊക്കെ കുട്ടികൾ തമ്മിലുള്ള സൗഹൃദവും സാഹോദര്യവും ഒക്കെ ഊട്ടി വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും പ്രയോജനപ്പെടുത്തേണ്ടത്. മറിച്ചായാൽ അത് പ്രശ്നം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ജാഗ്രതാപൂർണമായിട്ടുള്ള ഇടപെടൽ ഈ രംഗത്ത് ആവശ്യമുണ്ട്. അതേസമയം കേരളം എക്കാലത്തും ഏറ്റവും മികച്ച രീതിയിൽ കൗമാര കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. സ്കൂൾ യുവജനോത്സവം സംസ്ഥാന തലത്തിൽ ഏറ്റവും മികവോടെ സംഘടിപ്പിക്കപ്പെട്ടു. ഒരപസ്വരമില്ലാതെ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളും ഏറ്റവും നല്ല നിലയിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേരളത്തിൽ നടന്നു വരാറുള്ളത്. ഇത്തവണ ഇത്തരത്തിലുള്ള ചില വിപര്യങ്ങൾ ഉണ്ടായതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒഴിവാക്കാനുള്ള നല്ല ജാഗ്രത എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഈ ആന്റി റാങ്ക് സെല്ലുകളൊക്കെ ഈ നോക്കുകുത്തികളാവുന്ന ഒരു ആക്ഷേപം, അതിനത്ര സജീവതയില്ല, ഗൗരവത്തോടെ അതിനെ കാണുന്നില്ല അതായത് കോളേജ് അധികൃതർ തന്നെ അങ്ങനെ ഒരു ആക്ഷേപം. എല്ലാ കലാലയങ്ങളിലും ആന്റി റാഗിങ് സെല്ലുകൾ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇപ്പോൾ ഈ റാഗിങ് ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള ചില സ്ഥാപനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല. നേരിട്ട് ആ വിഷയങ്ങളിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. പക്ഷേ വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത്യന്തം ജാഗരൂകതയോടുകൂടി വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ബന്ധപ്പെട്ട അധികാരികളെ, വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് പരമാവധി പരിശ്രമം നടത്തും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്ത് പോകുന്നുണ്ട്. കാലത്തിൻ്റെ വിപര്യങ്ങൾ ഏറ്റവും വലിയ നിലയിൽ ബാധിക്കുന്നത് കുട്ടികളെയാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലൂടെ മുന്നോട്ട് പോകുകയാണ് നമ്മുടെ സമൂഹം ഒട്ടാകെ തന്നെ. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില ഹിംസാത്മകമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഭീതിപൂർവം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതിന് കൂട്ടായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ്, ശ്രദ്ധാപൂർണമായിട്ടുള്ള ഇടപെടൽ, സമൂഹത്തിൻ്റെ ആകെ ജാഗ്രത, അതെല്ലാം ആവശ്യമുള്ള വിഷയമാണ്.